ഹലോ ഗായ്സ്, വെൽക്കം ടു വിക്കി എക്സ്പ്ലനേഷൻ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാമിലി ബൈ ചോയ്സ് എന്ന ഡ്രാമയാണ്. അതിൻ്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കണ്ടു നിർത്തിയത് വർഷങ്ങൾക്ക് ശേഷം ഹേജുൻ ലാൻഡ് ചെയ്യുന്നതാണ്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി സൻഹേ വന്നോന്നാണ് നമുക്കറിയുന്നത്. അതെ, ഹേജുനും സൻഹയും വന്നു. സംഭവം രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും ബാക്കിയുള്ളവരെ കാണാൻ പോയത് ഇന്നായിരുന്നു. എന്തായാലും സൻഹേ ജുവാൻ്റെ ബേക്കറിയുടെ അവിടെ വന്നിറങ്ങിയപ്പം അവൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ അവൾ പറിച്ചുകൊണ്ട് വന്ന ചെറിയെല്ലാം താഴെ കിടക്കുന്നതെല്ലാം കണ്ട് അവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ട് പെട്ടെന്ന് അവന് പേടിയായി. അവൻ പോലീസ് സ്റ്റേഷനിലോട്ട് ഇത് തിരക്കാൻ വേണ്ടി ഓടി ചെന്നപ്പോൾ അവിടെ എല്ലാവരും നിൽപ്പുണ്ടല്ലോ. പെട്ടെന്ന് അവൻ ആദ്യമേ ചെന്ന് ജുവാനോട് എന്തേലും പറ്റിയോ, എന്നെ പറ്റി, എന്തോയാ എന്നൊക്കെ ചോദിക്കുന്നു. അവനെ കണ്ടുകൊണ്ട് അവൻ്റെ അച്ഛനും ജുവാൻ്റെ അച്ഛനും ഇവനും വന്നോ എന്നുള്ള രീതി നോക്കുന്നു. അവളും എനിക്കൊന്നും കുഴപ്പമില്ല, ഞാൻ ഓക്കെ എന്ന് പറയുന്നു. ഇവരെ കണ്ടുകൊണ്ട് മറ്റേ പോലീസുകാരൻ പിന്നെയും ചോദിക്കുന്നു, ഓക്കെ ഇവർ രണ്ടും സിബ്ലിങ്സ്, പിന്നെ ഇത് സാറിൻ്റെ മോന്, ഓ അപ്പോൾ നിങ്ങൾ റിലേറ്റീവ്സ് ആണെന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഫാമിലി ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ ഒരേ ഫാമിലി അല്ല എന്നവൾ ഏറ്റു പറയുന്നു. അത് കണ്ടുകൊണ്ട് പിന്നെ അവരുടെ വിഷയം മാറ്റി അച്ഛന്മാർ പറയുന്നു, നമുക്കെന്നാൽ വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ എന്താ പറയുക, ജുവാനോട് കൊണ്ടുവിടാമെന്ന് ഹേജുൻ സൻഹയെ പറയുമ്പോൾ വേണമെന്നില്ല, ഞാൻ ടാക്സി വിളിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞാൽ അവൾ ടാക്സി കയറി അങ്ങ് പോകുന്നു. അവളെ കാണാൻ വേണ്ടി നമ്മുടെ ഡാലും അവളുടെ ബേക്കറിയിലെത്തിയായിരുന്നു. ഡാലും ഇതെല്ലാം കണ്ട് ഒന്ന് പേടിച്ച് നിൽക്കുമ്പോഴാണ് ജുവാൻ കറക്റ്റ് കയറി ചെല്ലുന്നത്. ഡാലിനെ കണ്ടപ്പോൾ അവൾ കാര്യങ്ങളെല്ലാം പറയുന്നു. കൂട്ടത്തിൽ പറയുന്നുണ്ട് നിൻ്റെ ഫസ്റ്റ് ക്രഷും വന്നിട്ടുണ്ടെന്ന്. സംഭവം ഡാലിന് ഹേജുന് ഇഷ്ടമായിരുന്നല്ലോ. ഡാൽ ഉടനെ എനിക്ക് അവൻ്റെ ഫേസ് പോലും ഓർമ്മയില്ല. ഇവന്മാരെന്തായാലും നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം ആയെങ്കിൽ ഇവന്മാർ വേറൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. വീട്ടിലോട്ട് വന്നില്ലായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ ഇവന്മാർ വീട്ടിലോട്ട് വന്നേ. അങ്ങനെ 10 വർഷത്തിന് ശേഷം തിരിച്ചു വരുമല്ലേ. അപ്പോൾ ഇവന്മാർ തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. ജുവാനോട് അച്ഛൻ പറഞ്ഞായിരുന്നു നൈറ്റ് എല്ലാവരും വന്നുകൊണ്ട് ഡിന്നർ കഴിക്കാൻ വരണം, വീട്ടിലോട്ട് വരണം എന്ന്. അവൾ വരത്തില്ലെന്ന് പറഞ്ഞെങ്കിലും അവൾ വരുന്നുണ്ട്. അവൾ പിന്നെ കയറി ചെല്ലുന്നതിന് മുമ്പ് ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ റിലേറ്റീവ്സാണ്, ഞങ്ങൾ ബ്ലഡ് ഗ്രൂപ്പായുള്ള ഫാമിലി അല്ല, അങ്ങനെ തന്നെ അവന്മാരോട് പെരുമാറണം എന്നെല്ലാം പഠിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ജാറിയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നതൊക്കെ. എന്തായാലും കഴിച്ച് കഴിഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ ഇവന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ വന്നത് നല്ലതിനാണ്, ഞങ്ങൾ ഇനി തിരിച്ച് എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അച്ഛന്മാർക്ക് സന്തോഷം വരുന്നുണ്ടെങ്കിലും ജുവാൻ ജാടയാണ്. അങ്ങനെ ജുവാൻ്റെ അപ്പം പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ഈ പ്രാവശ്യത്തെ ജുവാൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ രണ്ടും കാണുമല്ലോ എന്ന് പറയുമ്പോൾ ജുവാൻ എടുത്ത വയല്, അതിന് ഞാനുണ്ടെന്ന് ആരാ പറഞ്ഞേ, അവൾ കാണത്തില്ല, അവൾക്ക് വർക്കുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് അവൾ വരത്തില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ് അങ്ങ് അവിടെ നിന്ന് പോകുന്നു അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. ഇവൾ ഇറങ്ങിയ പുറകെ ഇവന്മാരും കൂടെ ഇറങ്ങി ഇവളെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ എന്ത് ചെയ്യാ, നടക്കുന്നില്ല. കൊച്ച് വൻ കൽപ്പിലാണ്. നിങ്ങളെ രണ്ടിനെയും കണ്ടതിൽ എനിക്കൊരു സന്തോഷവും ഇല്ല. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നേ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് അവൾ അങ്ങ് പോകുന്നു. ഇനി അടുത്ത ദിവസം കാണിക്കപ്പോഴാണ് ട്വിസ്റ്റ്. ഈ ജുവാനും ഡാലും താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് നമ്മുടെ ഹേജുന് സൻഹയും റൂം എടുത്തേക്കുന്നത്. അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഇവൻ നമ്മുടെ സൻഹയെ ഡോക്ടറായിട്ടാണ് ചാർജ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് അവൻ റൂമിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോൾ കറക്റ്റ് ഡാലും ജുവാനും വെളിയിലിറങ്ങി. ഇവളുമാർ ഇവനെ കണ്ടിട്ട് എന്നുള്ള രീതിയിൽ നോക്കുന്നു. നിങ്ങൾ കണ്ടോ എന്നെ ഇവിടെ എന്നുള്ള രീതിയിൽ അവൾ. സൻഹയാണെങ്കിൽ ഹേജുൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൻ എവിടെ നിന്ന് സ്കൂട്ടായി. അങ്ങനെ നമ്മുടെ ജുവാൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യലായിരുന്നു. അങ്ങനെ ഹേജുനുള്ള കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ആശുപത്രിയാണ് കാണിക്കുന്നത്. നമ്മുടെ സൻഹയെ ഡോക്ടറായിട്ട് കയറുന്ന ഞാൻ പറഞ്ഞില്ലേ, സൻഹ അവിടുത്തെ ഒരു ആശുപത്രി തന്നെ ഡോക്ടറായിട്ട് ചാർജ് എടുത്ത് ആദ്യ ദിവസമായിരുന്നു. അവിടെ തന്നെ നമ്മൾക്ക് കാണാം സൻഹയുടെ കൂടെ പഠിച്ച നമ്മുടെ ജുവാൻ്റെ ക്രഷ് ഉണ്ടല്ലോ അവന്, പിന്നെ ഹേജുൻ്റെയും പുറകെ തരുന്ന വേറൊരുത്തിയുണ്ടല്ലോ അവളും എല്ലാം ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇവക്ക് പണ്ടത്തെ ഒലിപ്പീരിന് ഒരു മാറ്റവും ഇല്ല. അതിനെക്കാട്ടി അപ്പുറത്തെ ഒലിപ്പീരും കൊണ്ട് ഇപ്പോഴും നടക്കുന്നു. പക്ഷെ ഒരു കാര്യവുമില്ല. അടുത്ത സീനിൽ ജുവാനെ ഹേജുനെയാണ് കാണിക്കുന്നത്. ഹേജുൻ ജുവാൻ്റെ ബേക്കറിൽ ചെന്നേക്കുവാണ്. അത് ജുവാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവൾക്ക് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞ്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ എൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ള നെയ്ബറായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൽ തന്നെ നീ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് നിന്നെ അച്ഛനെ നോക്കണം എന്നുണ്ട്, നിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിച്ചാൽ നിന്നെ നോക്കാമല്ലോ എന്ന് പറയുമ്പോൾ എന്നെ നീ നോക്കേണ്ട ആവശ്യമില്ല, നീ പോയി വേണേൽ അച്ഛനെ നോക്കിക്കോളാൻ പറയുന്നു. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നിന്നെ അവനെ കണ്ടിട്ട് അവൻ സൻഹയെ മാത്രം
സൻഹയ്ക്ക് മാത്രം ജോലി ഉള്ളത് പോലെയാണല്ലോ തോന്നുന്നത്, നിന്നെ കണ്ടിട്ട് ജോലി ഇല്ലാത്ത പോലെയാണല്ലോ തോന്നുന്നത്, എന്താ നിൻ്റെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലിയൊന്ന് കണ്ടുപിടിക്കണം എന്നവൻ പറയുന്നു. എന്നിട്ട് അവൾ അവന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചെരുപ്പ് വല്ലതും വാങ്ങിച്ചിടാൻ പറയുന്നു. അവൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അത് കണ്ടാൽ എന്തോ പാപ്പര് വീട്ടിലെ ചെറുക്കനാണെന്ന് തോന്നും. അതുകൊണ്ട് നീ നല്ല വല്ലതും വാങ്ങിച്ചിടാൻ അവന് പൈസ കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരുടെ ഒരു ഡെയിലി ലൈഫാണ് പിന്നീട് കാണിക്കുന്നത്. അതിനുശേഷം രാത്രിയിൽ ജുവാൻ അവളുടെ ബേക്കറി പൂട്ടി ഇറങ്ങുന്ന വഴിക്ക് സൻഹ അവളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. രണ്ടുപേരും ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നടക്കുന്നുണ്ട്. സൻഹയാണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ഇവളുടെ കൂടെ നടക്കുമ്പോൾ. എന്തായാലും അടുത്ത ദിവസം കാണിക്കുമ്പം ഹേജുൻ ജുവാനെ കാണാൻ വേണ്ടി അവളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറിൻ്റെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഡാലാണ് ഇറങ്ങി വരുന്നത്. അവളോട് ചോദിക്കുന്നു ജുവാൻ എന്ത് ചെയ്യുന്നു. അപ്പോൾ അവൾ പറയുന്നു അവൾ നേരത്തെ പോയി എന്ന്. എന്നിട്ട് ഹേജുൻ അവളോട് പറയുന്നുണ്ട്, നിന്നെ 10 വർഷം മുമ്പ് കണ്ട പോലെ തന്നെ ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ തലയ്ക്കിട്ടൊരു കൊട്ടും കൊടുത്ത് അവനങ്ങ് പോകുന്നു. ഉടനെ അവൾ തിരിച്ച് അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് എനിക്കൊരു മാറ്റവും ഇല്ലെന്നോ, അതെങ്ങനെ പറയാൻ തോന്നി, എൻ്റെ സ്റ്റൈലിന് മാറ്റം വന്നു, എൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു, എല്ലാത്തിനും മാറ്റം വന്നിട്ട് ഇപ്പം എനിക്ക് മാറ്റം വന്നില്ലെന്നോ എന്നുള്ളത് അവളെ തന്നെ ഒന്ന് നോക്കിയിട്ട് പിന്നെ അവൾ തിരിച്ചു പോന്നു. അടുത്ത സീന് സൻഹയുടെ അമ്മ അനിയത്തിയാണ് കാണിക്കുന്നത്. അവൻ പോയതിൻ്റെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. അനിയത്തി അമ്മയോട് പറയുന്നുണ്ട്, അമ്മ കുറച്ച് സമാധാനം ചേട്ടന് കൊടുക്ക്, ചേട്ടൻ കുറച്ച് നാളത്തേക്ക് ബ്രേക്കിന് വേണ്ടിയല്ലേ നാട്ടിലേക്ക് പോയിക്കുന്നത്, അമ്മ അപ്പോഴേ ചേട്ടനൊരു സമാധാനം കൊടുക്കുക എന്ന് അവൾ പറയുന്നുണ്ട്. അമ്മ എന്നുള്ള രീതി പുള്ളിക്കാരി പുച്ഛത്തിൽ ഇരിക്കുക. അടുത്ത സീന് ജുവാൻ കഴിഞ്ഞ കൊല്ലം ഇതിന് മുമ്പത്തെ കൊല്ലം ഇവന്മാരില്ലാന്ന സമയത്ത് അവളുടെ ബർത്ത്ഡേ അന്ന് ഇവന്മാർ വിളിക്കും, വീഡിയോ കോൾ ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ കുറേ നേരം കാത്തിരുന്നിട്ട് ഇവന്മാർ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ അവൾ അന്ന് തന്നെത്താനെ കേക്ക് മുറിച്ചങ്ങ് ആഘോഷിച്ചായിരുന്നു. അതോർത്താണ് അവൾ ഇക്കൊല്ലം വീട്ടിലോട്ട് കയറാൻ പോകുന്നത്. പോകണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രാവശ്യം അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കണോ വേണ്ടയോ എന്ന്. എന്തായാലും അവൾ രാത്രി വീട്ടിൽ പോകുന്നുണ്ട് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി. അവൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. അത് കഴിഞ്ഞാണ് അവർ കേക്ക് കട്ടിങ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് അവൾ പെട്ടെന്ന് അവന്മാരോടായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആദ്യം ഹേജുനോടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. 5 വർഷത്തിന് മുമ്പ് നിനക്ക് എന്താണ് സംഭവിച്ചത്, നീ എന്തുകൊണ്ടാണ് ബാസ്കറ്റ് ബോൾ നിർത്തിയത് എന്നെല്ലാം അവനോട് ചോദിച്ചു. അതെല്ലാം കേട്ടിട്ട് പിന്നെ സൻഹ അതിന് ഉത്തരം കൊടുത്തു. 5 കൊല്ലത്തിന് മുമ്പ് ഹേജുൻ്റെ കാലിനൊരു പരിക്ക് പറ്റി. അതിനുശേഷം അവൻ ഇതുവരെ ബാസ്കറ്റ് ബോൾ കളിച്ചിട്ടില്ല. അതിനുശേഷം അവൻ്റെ അപ്പൻ അവനെ പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പന് വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. കാരണം അവൻ്റെ കാല് ശരിയാവാതെ അവന് ബാസ്കറ്റ് ബോൾ കളിക്കാൻ പറ്റത്തില്ല, വലിയ ആളാകാൻ പറ്റത്തില്ല. അപ്പോൾ 5 കൊല്ലത്തിന് മുമ്പേ ഹേജുന് സൻഹയെ യു എസ് വെച്ച് വിളിച്ചായിരുന്നു. അങ്ങനെ പിന്നെ സൻഹയുടെ കൂടെ ആയിരുന്നു ഹേജു. ഇതൊന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഇവൻ്റെ കാലിന് എന്തെങ്കിലും പറ്റിയ കാര്യം പോലും ഈ വീട്ടിലുള്ള ആർക്കും അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം കേട്ട് പെട്ടെന്ന് ജുവാൻ്റെ പപ്പ പോലും വല്ലാണ്ടങ്ങ് പാനിക്കായി. പുള്ളിക്ക് പിന്നെ അവിടെ അങ്ങ് നിൽക്കാൻ വയ്യ. പുള്ളിക്ക് ഒന്നാമത് ഹേജുവിനെ യു എസിന് വിടണമെന്നില്ലായിരുന്നു. ഇതെല്ലാം കൂടെ കേട്ടിട്ട് വല്ലാണ്ടായി പുള്ളി തന്നെ. ഇത്രയൊക്കെ ആയപ്പോൾ പിന്നെ കേക്ക് കട്ടിങ് ഒന്നും ഇല്ലായിരുന്നു. ആദ്യം ജുവാൻ എണീറ്റ് പോയി, ഹേജു എണീറ്റ് പോയി, സൻഹ എണീറ്റ് പോയി, എല്ലാവരും പോയി. റൂമിലിപ്പോൾ ആരുമില്ല. അതിനുശേഷം പിന്നെ ഇവർ 3 പേരും കൂടെ പാർക്കിൽ പോയിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഹേജുനാണ് ജുവാനോട് പറയുന്നുണ്ട്, എൻ്റെ കാലിലോട്ട് നോക്കി, എനിക്കൊരു കുഴപ്പമില്ലെന്നേ. നീ കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും നിനക്ക് കുഴപ്പമുണ്ടാന്ന് സൻഹ പറയുന്നു. അപ്പോൾ ഹേജുൻ പറയുന്നത്, നീ അവനെ വിശ്വസിക്കേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഡോക്ടറിനെയാണോ നിന്നെയാണോ വിശ്വസിക്കേണ്ടതെന്ന് അവൾ ചോദിക്കും. അടുത്ത സീനിൽ സൻഹയെ നാട്ടിൽ വരുന്നതിന് മുമ്പ് അവനും അവൻ്റെ അമ്മയുമായിട്ട് എന്തോ വിഷയം നടന്നിട്ടുണ്ട്. അത് മൊത്തത്തിൽ നമ്മളെ കാണിക്കുന്നില്ല ഇപ്പം. അത് കഴിഞ്ഞ് ഹേജുനും ജുവാൻ്റെ പപ്പയും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവരും പണ്ടത്തെ കാര്യം ഇപ്പോഴത്തെ കാര്യം അവനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നീ കാലിൽ വയ്യാഞ്ഞിട്ടും ഞങ്ങളെ ആരെയും അറിയിച്ചില്ല എന്നെല്ലാം അവനോട് ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് ആ ടോപ്പിക്ക് അവിടെ തീർക്കുന്നുണ്ട്. അടുത്ത ദിവസം ജുവാൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷനാണ് കാണിക്കുന്നത്. ഡാൽ ആദ്യമേ വന്ന് ബിയറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം സൻഹയും ഹേജുനും വരുമെന്നാണ് അവളോട് പറഞ്ഞത്. പക്ഷേ അവളുടെ കൂടെ പഠിച്ചിരുന്ന 3-4 പേരെ ഹേജുനും സൻഹയും കൂടെ വിളിച്ചായിരുന്നു. അതുകൊണ്ട് അവന്മാർ വന്ന് കണ്ടുകൊണ്ട് ഇവന്മാർ ഇവരൊന്നും ഞാൻ വിളിച്ചില്ലല്ലോ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നത് ഇവിടെ വന്നെന്നുള്ള രീതിയിൽ. എന്തായാലും അവൾ പ്രതീക്ഷിച്ച സൻഹയാണ്. സൻഹയാണെങ്കിൽ വർക്കിലായിരുന്നു. അവനാണ് വർക്കിലോടുള്ളതുകൊണ്ടും രാത്രി ഡ്യൂട്ടി ആയതുകൊണ്ടും അവന് അന്ന് വരാൻ പറ്റിയില്ല. പിന്നെ ഹേജും വന്നു
അവളുടെ പൈസയ്ക്ക് അവൻ വാങ്ങിച്ച പുതിയ ഷൂ ഒക്കെ അവളെ കാണിക്കുന്നൊക്കെ ഉണ്ട്. സൻഹയുടെ വർക്ക് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് ജുവാൻ്റെ അടുത്ത പാർട്ടി കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് അവളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കതവേൽ തൂക്കിയിട്ടിട്ട് അവനും തിരിച്ചങ്ങ് പോയി. അത് രാവിലെ ഇറങ്ങി വന്നപ്പം ജുവാൻ ഇത് കണ്ടു. തുറന്നു നോക്കിയപ്പോൾ ഒരു കമ്മലാണ്. അത് കൊള്ളാമെന്നായതുകൊണ്ട് പിന്നെ അവളത് എടുത്തിടുകയും ചെയ്തു. അവന് താങ്ക് യു എന്ന് മെസ്സേജ് അയക്കുകയും ചെയ്തു. പിന്നെ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, നൈറ്റ് എന്താ പരിപാടി, നമുക്കിന്ന് ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇന്ന് എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് അവൾ ഉഴപ്പ് വിടുന്ന കണ്ടിട്ട് അവനൊരു വിഷമം വരുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡാലിനെയാണ്. ഡാലിനെ ഹേജുവിനാണെങ്കിൽ കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഇന്നലെ രാത്രി വെള്ളം അടിച്ചിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തൊരു ചമ്മൽ. ആക്ച്വലി ഇന്നലെ വെള്ളം അടിച്ചിട്ട് അവൾ ഹേജുവിനോട് വളവളാന്ന് ഏതാണ്ടൊക്കെയോ സംസാരിച്ച്. അത് വേറൊന്നുമല്ല, 10 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് നിനക്ക് 10 വർഷം മുമ്പ് നീ എന്നെ കണ്ട പോലെ തന്നെ നിനക്ക് തോന്നിയോടാ? എനിക്ക് മാറ്റമൊന്നും വന്നില്ലേ എന്നാണ് അവൾ ചോദിച്ചത്. രാത്രി സൻഹയെ ജുവാനെ അന്വേഷിച്ച് അവളെ ബേക്കറി വരുമ്പോൾ അവൾ ബേക്കറിക്കകത്ത് കാണത്തില്ല. അവളാണെങ്കിൽ ഫോൺ അവിടെ വെച്ചിട്ടാണ് അവൾ രാത്രി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. പക്ഷെ അവൾ ഫോൺ എടുക്കത്തില്ലെന്ന് അവൾക്ക് ഓർമ്മ വന്നപ്പോൾ അവൾ തിരിച്ച് ഫോൺ എടുക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ സൻഹ അവിടെ നിൽക്കുന്നത് കണ്ടേ. അപ്പോൾ അവനോട് എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് നീ പോവണ്ട എന്നവളോട് പറയുന്നു. അങ്ങനെ അവൻ ഞാൻ 10 കൊല്ലമായി ഇത് പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്കിത് പറയാൻ പറ്റിയില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാ എന്നവൻ പറയുന്നു. ബാക്കി നാളെ ശരി എന്നാ.